വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് ഫോർ എ ഗൈഡ്. ഇത്തവണ നമ്മൾ പാർട്ട് 4 എത്തിയിരിക്കുന്നത്. പാർട്ട് 1 മുതൽ പാർട്ട് 3 വരെ 1-ാം പാരഗ്രാഫ് മുതൽ 10-ാമത്തെ പാരഗ്രാഫ് വരെ നമ്മൾ പഠിച്ചു. ഇനി പാർട്ട് 4-ൽ 11-ാമത്തെ പാരഗ്രാഫ് മുതൽ 15-ാമത്തെ പാരഗ്രാഫ് വരെ നമുക്ക് പഠിക്കാം. മാർത്ത ഗ്രാൻഡ് ഫാദറിനോട് സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ള $15 പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സംസാരിക്കാൻ വന്നതാണ്. ഗ്രാൻഡ് പായോട് സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഹി വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. ഐ ക്ലിയർഡ് മൈ ത്രോട്ട് നെർവസ്ലി ആൻഡ് ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക് സോ ഹി വുഡൻറ്റ് സീ ദം ഷേക്കിംഗ്. He waited for me to speak. He means grandfather. He waited കാത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? for me to speak. ഞാൻ ആദ്യം സംസാരിക്കട്ടെ, എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ അദ്ദേഹം വെയിറ്റ് ചെയ്തു. I cleared my throat nervously. I cleared my throat nervously means എന്താ പറയുക, ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ട. അപ്പോൾ തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കി. വളരെ നെർവസ് ആയിട്ടാണ് അവൾ ഇരിക്കുന്നത്. നെർവസ്ലി മീൻസ് പരിഭ്രമത്തോടു കൂടി. അപ്പോൾ ഒരു കാര്യം ഒരാളോട് പറയാൻ വേണ്ടി നമുക്ക് തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ പറയുക, തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ്. ക്ലാസ്പ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പിടിക്കുക അല്ലെങ്കിൽ മുറുകെ പിടിക്കുക, പിന്നിലോട്ട് കെട്ടി, നമ്മൾ പിന്നിലോട്ട് കൈകൾ കെട്ടി വെക്കില്ലേ, അങ്ങനെ ചെയ്യുന്നതിനാണ് ക്ലാസ്പ്ഡ് എന്ന് പറയുക. ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക്. അതായത് കുറച്ച് നെർവസ് ആയതുകൊണ്ട് തന്നെ കൈയെല്ലാം ബാക്കിൽ കെട്ടിയിട്ടാണ് ആര് നിൽക്കുന്നത്, മാർത്ത നിൽക്കുന്നത്. സോ ഹി വുഡൻറ്റ് സീ ദം ഷേക്കിംഗ്. അതുകൊണ്ട് തന്നെ അവരുടെ കൈകൾ വിറയ്ക്കുന്നത് ആർക്ക് കാണാൻ സാധിക്കില്ല? ഗ്രാൻഡ് ഫാദറിന് കാണാൻ സാധിക്കില്ല. അതായത് അവൾ പറയാൻ പോകുന്ന കാര്യത്തിൽ അവൾക്കൊരു വിഷമമുണ്ട്. അപ്പോൾ പരിഭ്രമത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. അവരുടെ കൈകളൊക്കെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ഷെയ്ക്ക് ചെയ്യുക പറഞ്ഞാൽ എന്താ, വിറയ്ക്കുക. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് കൈയും കെട്ടി നിന്നിട്ടാണ് ഗ്രാൻഡ് പയോട് അവൾ സംസാരിക്കാൻ പോകുന്നത്. ഗ്രാൻഡ് പാ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു, ഐ സെഡ് ഇൻ സ്പാനിഷ്, ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. അപ്പോൾ മാർത്ത പറയാൻ തുടങ്ങുകയാണ്. ഗ്രാൻഡ് പാ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. ഫേവർ മീൻസ് സഹായം. ഐ നീഡ് എ ഹെൽപ്പ് ഫ്രം യു, അല്ലേ? എനിക്ക് ഗ്രാൻഡ് പയുടെ അടുത്ത് നിന്നൊരു ഫേവർ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് വേണം. ഐ സെഡ് ഇൻ സ്പാനിഷ്. ഞാൻ സ്പാനിഷ് ഭാഷയിലാണ് ഗ്രാൻഡ് പയോട് ചോദിച്ചത്. ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഏതാണ്? സ്പാനിഷാണ്. അപ്പോൾ സ്പാനിഷ് ഭാഷയിലാണ് അദ്ദേഹത്തോട് ഒരു ഫേവർ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് ചോദിച്ചത്. 12-ാമത്തെ പാരഗ്രാഫിലോട്ട് പോവാം. ഹി സ്റ്റിൽ വെയിറ്റഡ് സൈലൻ്റ്ലി. നിശബ്ദമായിട്ട് എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഐ ട്രൈഡ് അഗെയിൻ. ഗ്രാൻഡ്പാ, this year the principal said the scholarship jacket is not going to be free. അപ്പോൾ പറഞ്ഞു തുടങ്ങി മാർത്ത ഗ്രാൻഡ് പയോട് പറയുവാണ്, ഗ്രാൻഡ് പാ, ദിസ് ഇയർ, ഈ വർഷം, ദ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം മുതൽ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിട്ടല്ല കിട്ടുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് $15 ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ money in tomorrow, otherwise it will be given to someone else. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് $15. അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ അതിന് ഈടാക്കിയിരിക്കുന്ന വില എന്ന് പറയുന്നത് $15 ആണ്. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമോറോ. നാളെ ഞാൻ ആ പണം അവിടെ എത്തിക്കണം, അവർക്ക് കൊടുക്കണം. അതർവൈസ്, അല്ലാത്ത പക്ഷം ഇറ്റ് വിൽ ബി ഗിവൺ ടു സമ്മൺ എൽസ്. അല്ലാത്ത പക്ഷം എന്താണ് ചെയ്യുന്നത്? ഇറ്റ് എന്ന് മീൻസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഗിവൺ ടു സമ്മൺ എൽസ്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അത് നൽകും. ആ പണം കൊടുക്കാൻ സാധിക്കുന്ന ആൾക്കത് നൽകും. The last words came out in an eager rush.
ദ ലാസ്റ്റ് വേർഡ്സ്, അതായത് ആരാണോ എൻ്റെ അതേപോലെ തന്നെ മാർക്ക് മേടിച്ച ഈ $15 കൊടുക്കാൻ സാധിക്കുന്നത് അവർക്ക് പോകും എന്ന ആ ലാസ്റ്റ് വേർഡ് പറയുന്നത് എങ്ങനെയായിരുന്നു? കെയിം ഔട്ട് ഇൻ ആൻ ഈഗർ റഷ്. ഈഗർ മീൻസ് താല്പര്യം, ആകാംക്ഷ, വ്യഗ്രത എന്നൊക്കെയാണ്. റഷ് എന്ന് പറഞ്ഞാൽ വളരെ തിടുക്കത്തിൽ, വളരെ പെട്ടെന്ന് ഒരു ആകാംക്ഷയോടുകൂടി പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഇൻ ആൻ ഈഗർ റഷ്, അതായത് മറ്റൊരാൾക്ക് തനിക്ക് അവകാശപ്പെട്ട ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് പോകുന്നതിലുള്ളൊരു വിഷമം ആർക്കുണ്ട്? മാർത്തയ്ക്ക് ഉണ്ട്. ഗ്രാൻഡ്പാ സ്ട്രൈറ്റൻഡ് അപ്പ് ടയേർഡ്ലി ആൻഡ് ലീൻ ഹിസ് ചിൻ ഓൺ ദ ഹോ ഹാൻഡിൽ. ഗ്രാൻഡ്പാ സ്ട്രൈറ്റൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ നിന്നു. ടയേർഡ്ലി, അദ്ദേഹം നേരത്തെ നമ്മൾ കണ്ടു ബീൻ പാടത്തിൽ കിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ടയേർഡായിട്ടുണ്ട്. ടയേർഡ്ലി, ക്ഷീണിതനായിട്ട്. അപ്പം അങ്ങനെ ഒന്ന് നിവർന്ന് നിന്നു. ആൻഡ് ലീൻഡ് ഹിസ് ചിൻ എന്ന് പറഞ്ഞാൽ താടി. ലീൻഡ് ചെരിയുക, ചാരി വയ്ക്കുക എന്നൊക്കെയാണ് ലീൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ താടി എങ്ങോട്ട് ചാരി വെച്ചു? ഓൺ ദി ഹോ ഹാൻഡിൽ. ഹോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്താണ്? തൂമ്പ അല്ലെങ്കിൽ കൈക്കോട്ട്. അപ്പോൾ കൈക്കോട്ടിൻ്റെ പിടി അല്ലേ, അതിൻ്റെ ആ ഒരു അതിൻ്റെ ഹോ ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ പിടിയിലേക്ക് ഇങ്ങനെ താടി ചേർത്ത് വെച്ചു. ഹി ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ് ദാറ്റ് വാസ് ഫിൽഡ് വിത്ത് ദി ടൈനി ഗ്രീൻ ബീൻസ് പ്ലാന്റ്. ഹി ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ്, ആ പാടത്തേക്ക് ഇങ്ങനെ അദ്ദേഹം ഒന്ന് കണ്ണോടിച്ചു അല്ലെങ്കിൽ നോക്കി. ദാറ്റ് വാസ് ഫിൽഡ് വിത്ത് ദ ടൈനി ഗ്രീൻ ബീൻ പ്ലാന്റ്സ്. ടൈനി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത് അല്ലേ, സ്മോൾ. അപ്പോൾ അങ്ങനെ ആ പാടത്തേക്ക്, ബീൻസിൻ്റെ ആ പാടത്തേക്ക് നോക്കിയപ്പോൾ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അവിടെ മുഴുവൻ ഫില്ല് ചെയ്തിരിക്കുകയാണ് അല്ലേ, അതായത് നിറഞ്ഞ് നിൽക്കുകയാണ്. ഐ വെയിറ്റഡ് ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ് ഹി വുഡ് സേ ഐ കുഡ് ഹാവ് ദ മണി. അപ്പം ഞാൻ അല്ലേ, മാർത്ത വെയിറ്റഡ് ഡെസ്പറേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? നിരാശയോടുകൂടി. ഹോപ്പിംഗ്, പ്രതീക്ഷയോടുകൂടി. ഹി വുഡ് സേ ഐ കുഡ് ഹാവ് ദ മണി. അപ്പോൾ അവൾ ആഗ്രഹിക്കുന്ന എന്താണ്? അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിലൊരു നിരാശയുമുണ്ട്. ഗ്രാൻഡ്പ അവൾക്ക് ആ പണം എടുത്തു കൊടുക്കും എന്നാണ് അവൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹി ടേൺ ടു മീ ആൻഡ് ആസ്ക്ഡ് ക്വൈറ്റ്ലി വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? എന്താ പറയുന്നത്? ഹി ടേൺ ടു മീ, അദ്ദേഹം എന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു. അതായത് മാർത്തയോട് സംസാരിക്കാനായിട്ടൊന്ന് തിരിഞ്ഞു. ആൻഡ് ആസ്ക്ഡ് ക്വൈറ്റ്ലി, എന്നിട്ട് അവളോട് വളരെ ശാന്തമായിട്ട്, ക്വൈറ്റ്ലി മീൻസ് ശാന്തമായി ചോദിച്ചു. എന്താ ചോദിച്ചേ? വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐ ആൻസർഡ് ക്വിക്ക്ലി മേ ബി ദെയർ വാസ് എ ചാൻസ്. മാർത്ത ആൻസർഡ് ക്വിക്ക്ലി, വേഗത്തിൽ, പെട്ടെന്ന് തന്നെ മാർത്ത ഉത്തരം പറഞ്ഞു, മറുപടി പറഞ്ഞു. മേ ബി ദെയർ വാസ് എ ചാൻസ്, അതൊരു ചാൻസാണ്. അത് കിട്ടാനുള്ള ചാൻസ് എങ്ങനെയാണ്? ആ സ്കോളർഷിപ്പ് നേടിയെടുക്കാനുള്ള ചാൻസ് എങ്ങനെയാണ് നേടുന്നത്? ഇറ്റ് മീൻസ് യു ഹാവ് ഏൺഡ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക. ഇറ്റ് ബൈ ഹാവിങ് ദ ഹയസ്റ്റ് ഗ്രേഡ് ഫോർ 8 years. 8 years കണ്ടിന്യൂസ് ആയിട്ട് ആ ഹയസ്റ്റ് ഗ്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ദാറ്റ്സ് വൈ ദേ ആർ ഗിവിങ് ഇറ്റ് ടു യു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഹയസ്റ്റ് ഗ്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നത്. ടു ലേറ്റ് ഐ റിയലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേർഡ്സ്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. റിയലൈസ്ഡ്, തിരിച്ചറിഞ്ഞു. അവസാനം ഞാൻ എന്താണ് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് പെട്ടെന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. മാർത്ത ഗ്രാൻഡ്പയോട് പറയുകയാണ്, നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഹയസ്റ്റ് ഗ്രേഡ് നേടിയാൽ മാത്രമാണ് നമുക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടത്തുള്ളൂ. അത് അവസാനമാണ് അവൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. അവൾ പറഞ്ഞത് എന്താണെന്ന്. അതായത് പണം കൊടുത്തിട്ടൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. ഗ്രാൻഡ്പ ന്യൂ ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് വാസ് നോട്ട് എ മാറ്റർ ഓഫ് മണി. ഗ്രാൻഡ്പയ്ക്ക് മനസ്സിലായി, എനിക്ക് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. കാരണം ആ സ്കോളർഷിപ്പ്
പണം കൊടുത്ത് വാങ്ങിക്കേണ്ട ഒന്നല്ല, പഠിച്ച് മേടിക്കേണ്ടതാണ് എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാമെന്നുള്ളത് ഗ്രാൻഡ്പയ്ക്കും മനസ്സിലായി. ഇറ്റ് വാസൻ ദാറ്റ് അല്ലേ, അതങ്ങനെ പണം കൊടുത്ത് നേടേണ്ടത് ആയിരുന്നില്ല. ഹി went back to hoeing the weeds that sprang up between the delicate little bean plants. He went back. അദ്ദേഹം വീണ്ടും തിരിച്ച് ആ ഒരു ബീൻ പാടത്തേക്ക് തന്നെ പോവുകയാണ്. ടു ഹോയിങ് മീൻസ് കിളയ്ക്കുക. ദ വീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പാഴ്ചെടി, കള. അതായത് ബീൻസ് ചെടികൾക്കിടയിൽ നമുക്ക് വേണ്ടാത്ത പാഴ്ചെടികൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം കിളച്ച് കളയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ദാറ്റ് സ്പ്രാങ്, ആ വീഡ്സ് എവിടെയാണ് സ്പ്രാങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂ അല്ലേ, വളർന്നിട്ടുള്ളത്. ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ പ്ലാന്റ്സ്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മൃദുവായ, നേരിയ, വളരെ മൃദുവായിട്ടുള്ള ചെറിയ ബീൻ പ്ലാന്റ്സ് മൊത്തം ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ ബീൻ പാടത്തിൽ. അപ്പോൾ അവിടെ ഈ ബീൻസ് മുളച്ചിരിക്കുന്ന നേരിയ മൃദുവായിട്ടുള്ള ആ കുഞ്ഞു തൈകൾക്കിടയിലൂടെ ഒരുപാട് കളകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഹോയിങ് ചെയ്യാണ്. ഹോയിങ് എന്ന് പറഞ്ഞാൽ എന്താ, കിളച്ച് ഒഴിവാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. It was a time-consuming job. Sometimes the small shoots were right next to each other. It was a time-consuming job. Time-consuming job എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചധികം സമയമെടുത്ത് ചെയ്യേണ്ടത്. കൺസ്യൂമിങ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലവാക്കുക, ഇല്ലാതാക്കുക, ടൈം എടുത്ത് ചെയ്യേണ്ട ജോലിയാണിത്. സംടൈംസ്, ചില സമയത്ത് ദ സ്മോൾ ഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, മുകുളങ്ങൾ. അതായത് ചെറിയ ബീൻസ് ഇങ്ങനെ തളിർത്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ ആ മുകുളങ്ങൾ എന്ത് ചെയ്യാണ്, മുകുളത്തിൻ്റെ അടുത്ത് തന്നെ, റൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ, തൊട്ടടുത്ത് തന്നെ ഒത്തിരി വീഡ്സ് ഉണ്ടാവും, കളകളുണ്ടാവും. അപ്പോൾ അത് നോക്കി, ഈ മുകുളത്തിൽ തട്ടാണ്ട് നോക്കി പിഴുതെടുക്കുമ്പോൾ കുറച്ച് ടൈം ചിലവാകും. ഫൈനലി, അവസാനം, ഹി സ്പോക്ക് എഗെയിൻ ആസ് ഐ ടേൺ ടു ലീവ് ക്രൈയിങ്. അതായത് ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോരാൻ ഒരുങ്ങുകയാണ്. നല്ല വിഷമത്തിലാണ് നമ്മുടെ മാർത്ത. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വീണ്ടും എന്നോട് ചില കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുകയാണ്. ദെൻ ഇഫ് യു പേ ഫോർ ഇറ്റ് മാർത്ത, ഇറ്റ്സ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഈസ് ഇറ്റ്? അപ്പോൾ ഗ്രാൻഡ്പ മാർത്തയോട് പറയുകയാണ്, ദെൻ ഇഫ് യു പേ ഫോർ ഇറ്റ് മാർത്ത, സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടിയിട്ട് നീ പണം ചിലവഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പണം കൊടുത്തിട്ടാണ് നീ അത് മേടിക്കുന്നതെങ്കിൽ, ഇറ്റ്സ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്, അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല. ഈസ് ഇറ്റ്? ആണോ എന്ന് അവളോട് ചോദിക്കുകയാണ്. ടെൽ യുവർ പ്രിൻസിപ്പൽ ഐ വിൽ നോട്ട് പേ ദ $15. നീ നിൻ്റെ പ്രിൻസിപ്പലിനോട് പറയൂ, ഐ വിൽ നോട്ട് പേ ദ $15. ഞാൻ $15 പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നീ നിൻ്റെ പ്രിൻസിപ്പലിനോട് പറയൂ എന്ന് ഗ്രാൻഡ്പ മാർത്തയോട് പറഞ്ഞു. ഐ വാക്ക് ബാക്ക് ടു ദ ഹൗസ് ആൻഡ് ലോക്ക്ഡ് മൈസെൽഫ് ഇൻ ദ ബാത്റൂം ഫോർ എ ലോങ് ടൈം. മാർത്ത എന്ത് ചെയ്തു? വാക്ക്ഡ് ബാക്ക് ടു ദ ഹൗസ്, വീടിൻ്റെ പുറകുവശത്തേക്ക് പോയി. ആൻഡ് ലോക്ക്ഡ് മൈസെൽഫ് ഇൻ ദ ബാത്റൂം ഫോർ എ ലോങ് ടൈം. ബാത്റൂമിൽ കയറി കതകടച്ചിട്ട് കുറേ സമയം അവിടെ ഇരുന്നു. ഐ വാസ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ ഈവൻ ദോ I knew he was right, and I was angry with the board, whoever they were. I was angry, ദേഷ്യം. ഞാൻ വളരെ ദേഷ്യത്തിലായിരുന്നു. വിത്ത് ഗ്രാൻഡ് ഫാദർ, ആരോടായിരുന്നു ഇവൾക്ക് ദേഷ്യം തോന്നിയത്? ഗ്രാൻഡ് ഫാദറിനോട്. ഈവൻ ദോ ഐ ന്യൂ ഹി വാസ് റൈറ്റ്, അദ്ദേഹം ശരിയാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ റൈറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തിനോട് ദേഷ്യം വന്നു. ആൻഡ് ഐ വാസ് ആംഗ്രി വിത്ത് ദ ബോർഡ്, സ്കൂൾ മാനേജ്മെൻറ്റിനോട്, സ്കൂൾ
എന്താണ് ബോർഡിനോടും എനിക്ക് ദേഷ്യം തോന്നി. ഹു എവർ ദേവർ, ആ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് ആരൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരൊക്കെ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അവരോടൊക്കെ ദേഷ്യം തോന്നി. വൈ ഡിഡ് ദേ ഹാവ് ടു ചേഞ്ച് ദ റൂൾസ് ജസ്റ്റ് വെൻ ഇറ്റ് വാസ് മൈ ടേൺ ടു വിൻ ദ ജാക്കറ്റ്. പിന്നീട് അവളോട് തന്നെ ചോദിക്കുകയാണ്, വൈ ഡിഡ് ദേ ഹാവ് ടു ചേഞ്ച് ദ റൂൾസ്, എന്തുകൊണ്ടാണ് അവർ ആ റൂൾസ്, ആ നിയമങ്ങളൊക്കെ ചേഞ്ച് ചെയ്തത്? ജസ്റ്റ് വെൻ ഇറ്റ് വാസ് മൈ ടേൺ ടു വിൻ ദ ജാക്കറ്റ്, ഞാനിപ്പോൾ ആ ഒരു ജാക്കറ്റ് വിൻ ചെയ്യാൻ വന്ന ആ സമയത്ത് തന്നെ ഇത് എന്തിനാണ് ഈ റൂൾസൊക്കെ ചേഞ്ച് ആയിപ്പോയത്? ദോസ് വെർ ദ ഡേയ്സ് ഓഫ് ബിലീഫ് ആൻഡ് ഇന്നസെൻസ്. എന്താണ് ദോസ് വെർ ദ ഡേയ്സ് ഓഫ് ബിലീഫ് ആൻഡ് ഇന്നസെൻസ്? ആ ഒരു പ്രായം എന്ന് പറയുന്നത്, ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പ്രായം എന്ന് പറയുന്നത് എന്താണ്? ചില വിശ്വാസങ്ങളുടെയും, ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്കളങ്കതയുടെയും പ്രായമാണ്. അവർ ഈ പറഞ്ഞതൊക്കെ വിശ്വസിക്കും. കാരണം മാർത്ത വിചാരിച്ചു എന്താണ്, അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ റൂൾസ് ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് അവൾക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് പണം പേ ചെയ്യേണ്ടി വരുന്നതെന്ന്. പക്ഷേ ശരിക്കും ജോൻ എന്ന ആ ഒരു സ്റ്റുഡൻറ്റിന് ആ സ്കൂളിൻ്റെ ബോർഡ് അംഗമായിട്ടുള്ള എന്താ പറയുക, കുഞ്ഞിൻ്റെ ഫാദർ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഫാദറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജോആനിന് സ്കോളർഷിപ്പ് നൽകുന്നത്. പക്ഷേ അതൊന്നും അന്നത്തെ കാലത്ത് അവൾക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. അവൾ വിചാരിച്ചു ശരിക്കും റൂൾസ് മാറിയതുകൊണ്ടായിരിക്കാം തനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി $15 കൊടുക്കേണ്ടി വരുന്നതെന്ന്. It was a very sad and withdrawn girl who dragged into the principal's office the next day. This time he did look me in the eyes. It was a very sad, അത് വല്ലാത്തൊരു വിഷമം നിറഞ്ഞൊരു അവസ്ഥയാണ്. ആൻഡ് വിഡ്രോൺ ഗേൾ, വിഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർമുഖിയായ, അധികം സംസാരിക്കാത്ത. ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞാൽ പ്രയാസത്തോടെ മുന്നോട്ട് പോയി. അതായത് പിറ്റേ ദിവസം അവൾ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് വളരെ പ്രയാസത്തോടു കൂടി പോവുകയാണ്. ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ദ ഐസ്. അപ്പം മുന്നത്തെ പോലെയല്ല, ഈ സ്കോളർഷിപ്പിന് പൈസ, ഈ ഡോളേഴ്സ് നൽകണം എന്ന് പറഞ്ഞ സമയത്ത് മാർത്തയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം ഇവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു, വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? എന്താണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്? ഐ സാറ്റ് വെരി സ്ട്രൈറ്റ് ഇൻ മൈ ചെയർ. ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഹി സെഡ് ടു ടെൽ യു ഹി വോണ്ട് പേ ദ $15. അദ്ദേഹം സാറിനോട് പറയാൻ പറഞ്ഞു, ഹി വോണ്ട് പേ ദ $15. അദ്ദേഹം $15 പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനാണ് പറഞ്ഞതെന്ന് മാർത്ത ധൈര്യത്തോടു കൂടി പറഞ്ഞു. 15ാമത്തെ പാരഗ്രാഫിലോട്ട് പോവാം. The principal muttered something I couldn't understand under his breath and walked over to the window. The principal muttered എന്ന് പറഞ്ഞാൽ പെറുപെറുക്കുക, മർമർ ചെയ്യുക. ഞാൻ താഴ്ന്ന ശബ്ദം താഴ്ത്തി ഇങ്ങനെ പറയുന്നതിനെയാണ് muttered എന്ന് പറയുന്നത്. The principal muttered something I couldn't understand under his breath. അദ്ദേഹം ഇങ്ങനെ ബ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം വിടുന്ന സമയത്ത് അദ്ദേഹം എന്തോ ഒന്നിങ്ങനെ മർമർ ചെയ്യുന്നത്, എന്തൊക്കെയോ ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, മാർത്തയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആൻഡ് വോക്ക്ഡ് ഓവർ ടു ദ വിൻഡോ. അദ്ദേഹം ആ വിൻഡോ ലക്ഷ്യമാക്കിയിട്ട് നടന്നു. ഹി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്. അദ്ദേഹം പുറത്തേക്ക് പുറത്ത് എന്തോ ഒന്ന് നോക്കുകയാണ്. ഹി ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ വെൻ ഹി സ്റ്റുഡ് അപ്പ്. അദ്ദേഹം ഇപ്പോൾ എണീറ്റ് നിന്നപ്പോൾ എന്നത്തതിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയൊരാളായിട്ട് തോന്നി. യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പതിവ് പോലെ, പതിവിനേക്കാൾ ഉപരി അദ്ദേഹം ഇന്ന് കുറച്ചും കൂടി വലിയ ആളായിട്ട് തോന്നി. ഹി വാസ് എ ടോൾ എന്ന് പറഞ്ഞാൽ നീളമുള്ള. ഗൗൺ എന്ന് പറഞ്ഞാൽ തിൻ, മെലിഞ്ഞ. ഗൗൺ മാൻ വിത്ത് ഗ്രേ ഹെയർ ആൻഡ് ഐ വാച്ച്ഡ് ദ ബാക്ക് ഓഫ് ഹിസ് ഹെഡ് വൈൽ ഐ വെയിറ്റഡ് ഫോർ ഹിം ടു സ്പീക്ക്. എന്താ പറയുന്നത്? ഇപ്പോൾ പ്രിൻസിപ്പലിൻ്റെ ആ ഒരു പ്രകൃതത്തെക്കുറിച്ച് പറയുകയാണ്. ഹി വാസ് എ ടോൾ, അദ്ദേഹം വളരെ നീളമുള്ള ഒരാളാണ്. ഗൗൺ, മെലിഞ്ഞ ഒരാളാണ്. വിത്ത് ഗ്രേ ഹെയർ, അദ്ദേഹത്തിന് നരച്ച മുടിയാണ് ഉള്ളത്. ആൻഡ് ഐ വാച്ച്ഡ് ദ ബാക്ക് ഓഫ് ഹിസ് ഹെഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു തലയ്ക്ക് ബാക്കിലൂടെ അല്ലെങ്കിൽ ആ പുറകുവശത്തേക്ക് അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. വൈൽ ഐ വെയിറ്റഡ് ഫോർ ഹിം ടു സ്പീക്ക്, അദ്ദേഹം എന്താണ് ഇനി എന്നോട് പറയാൻ പോകുന്നതെന്ന്
ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വൈ ഹി ഫൈനലി ആസ്ക്ഡ്. അദ്ദേഹം അവസാനമായിട്ട് ചോദിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഗ്രാൻഡ് പാ എന്തുകൊണ്ടാണ് അങ്ങനെയൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക? യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി. നിൻ്റെ ഗ്രാൻഡ് ഫാദറിന് നല്ല പണമുള്ള ഒരാളാണ്. ഹി ഓൺസ് എ 200 acre റാഞ്ച്. റാഞ്ച് എന്ന് പറഞ്ഞാൽ ഫാം, കൃഷിക്കളം. അപ്പോൾ അദ്ദേഹത്തിന് 200 ഏക്കർ 200 ഏക്കർ റാഞ്ച് ഉണ്ട്, ഫാം ഉള്ള ഒരാളാണ്. $15 പേ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതെന്തായിരിക്കും എന്ന് മാർത്തയോട് ചോദിക്കുകയാണ്. ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫുകൾ അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. 10ാമത്തെയും 11ാമത്തെയും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.